അറിവിന്റെ പൊന്നോണം ഇത്തവണ സിസിയോടൊപ്പം ഏറ്റവും മികച്ച ഓഫറുകളുമായി സിസി ആപ്പ് വരുന്നു. ബാച്ച് സ്റ്റാർട്ടിംഗ് ഓൺ സെപ്റ്റംബർ 18. ഓഫറുകൾ അറിയുവാൻ വിളിക്കൂ 8921440580. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ദിവ്യ കെ ജോസ്. അപ്പം നിങ്ങൾ എല്ലാവരും കേരള ബാങ്ക് ഒയുടെ എക്സാം ഡേറ്റ് വന്ന് അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? എന്നാണ് എക്സാം ഡേറ്റ്? ഒക്ടോബർ 26-നാണ്. അപ്പം നമുക്ക് പഠിക്കാനായിട്ട് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നമുക്കറിയാം കേരള ബാങ്കിൻ്റെ ഒ എന്ന് പറയുന്നത് ആദ്യമായിട്ട് വിളിക്കുന്ന ഒരു പോസ്റ്റാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ധാരാളം ഒഴിവുകളുള്ളൊരു പോസ്റ്റാണ്. അതുകൊണ്ട് അപ്ലൈ ചെയ്തവരൊക്കെ ഈ ദിവസങ്ങളിൽ നല്ല രീതിയിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ ഇനി നമുക്ക് PSCയുടെ LGS എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതും ഇതേ ക്വാളിഫിക്കേഷനിൽ തന്നെ വരുന്ന ഒരു എക്സാം ആണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും കൂടെ ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു PSCയുടെ LDC എക്സാമിനെയൊക്കെ അപേക്ഷിച്ചിട്ട് ഈ ഒരു കേരള ബാങ്ക് OA പോലുള്ള എക്സാംസിന് കോമ്പറ്റീഷൻ കുറവാണ് അല്ലേ? കാരണം എന്താണ്, ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം ആരും പാഴാക്കരുത്. നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ കുറേ പേർക്കുള്ളൊരു ഡൗട്ടാണ്, എക്സാം ഡേറ്റ് എത്തിയില്ലേ, ചിലപ്പോൾ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എന്താണ് പഠിച്ചതൊക്കെ റിവൈസ് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു 45 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ ആണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഒരു 45 ദിവസം കൊണ്ട് നമ്മുടെ ഈ സിലബസ് മൊത്തം കവർ ചെയ്ത് എങ്ങനെ റിവൈസ് ചെയ്യാമെന്നാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും അതൊന്ന് കാണുക. അപ്പൊ നോക്കുക, കേരള ബാങ്ക് ഒയുടെ 45 ഡേയ്സിന്റെ ടൈം ടേബിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം അല്ലേ, ഇതിന്റെ സിലബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 80 മാർക്ക് GK ആണ്. അതുപോലെ തന്നെ എന്താണ്, GKയിൽ എന്തു ഇൻക്ലൂഡഡ് ആണ്, കറണ്ട് അഫേഴ്സും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. GK പ്ലസ് കറണ്ട് അഫേഴ്സ്. ദെൻ 20 മാർക്ക് മാത്സ്. ഇത് രണ്ടുമാണ് നമുക്ക് 100 മാർക്കിലുള്ളത്. അപ്പൊ നോക്കുക, 80 മാർക്ക് GK, 20 മാർക്ക് മാത്സ്. അപ്പൊ നമുക്കറിയാം അല്ലേ, അത്യാവശ്യം തന്നെ നല്ല രീതിയിൽ കട്ട് ഓഫ് വരുന്ന ഒരു എക്സാം ആയിരിക്കും ഇതുമെന്ന് പറയുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പഠിക്കുന്ന ബേസിക് പാർട്സുകൾ നല്ല ഉറപ്പോടുകൂടെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്, 45 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ ആണ്. അപ്പൊ അതില് നമ്മൾ ഡേ 1 കൊടുത്തിരിക്കുന്നത് ജനറൽ നോളേജും അതുപോലെ തന്നെ സയൻസും കുറച്ച് ടോപ്പിക്കുകളാണ് തന്നിരിക്കുന്നത്. ജനറൽ നോളേജിലെ ഹിസ്റ്ററിയിൽ നിന്നുള്ളത് 1857 വിപ്ലവം വരെയുള്ള സാമൂഹിക സാഹചര്യം, അതുപോലെ തന്നെ എന്താണ് 1857 വിപ്ലവം, അതുപോലെ ബംഗാൾ വിഭജനവും സ്വദേശി പ്രസ്ഥാനവും എന്ന് തുടങ്ങിയ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിനോടൊപ്പം സയൻസും ഉണ്ട്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്. എന്താണ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്? ഇവിടെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് എഴുതിയിരിക്കുന്നത് നമ്മുടെ ആപ്പിലുള്ള ക്ലാസ്സിനനുസരിച്ചിട്ടാണ് കേട്ടോ. ഇനി അതിനോടൊപ്പം നിങ്ങൾക്ക് എന്തുണ്ട്, ദിവസവും നിങ്ങൾ ഏത് നോക്കണം, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി നോക്കണം. നമുക്കറിയാം 20 മാർക്ക് ഉണ്ട് മാത്സിന് എന്ന് പറയുന്നത്. അതെപ്പോഴും തന്നെ നമുക്ക് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരിക്കും മാത്സ്. അപ്പൊ അതും ബേസിക് ആയിട്ടുള്ള മാത്സ് ആയിരിക്കും വരിക. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ദിവസവും തന്നെ മാത്സ് ചെയ്ത് നോക്കണം. മാത്സ് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു എക്സാം ടൈമിൽ അത് നല്ല സ്പീഡോടുകൂടെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാ ദിവസവും മാത്സിന് വേണ്ടി ഒരു നിശ്ചിത സമയം മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്, നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ എപ്പോഴും എന്ത് വേണം, ബേസ് പഠിക്കണം അല്ലേ? അതിനാണ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും അതുപോലെ തന്നെ ബോഡ് മാസ്. ഈ 2 ടോപ്പിക്കുമാണ് നമ്മൾ ഡേ 1 കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡേ 2 പോവുകയാണെങ്കിലും വീണ്ടും ഇതുപോലെ തന്നെയാണ്. ജനറൽ നോളേജ് ഉണ്ട്, ദേശീയ പ്രസ്ഥാനങ്ങൾ, അതായത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ടോപ്പിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഹോം റൂൾ പ്രസ്ഥാനം, സിവിൽ നിയമലംഘനം തുടങ്ങിയിട്ടുള്ളവ. അതുപോലെ തന്നെ സയൻസിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഏത്, ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും എന്ന് പറഞ്ഞിട്ടുള്ളത്. എല്ലാ എക്സാമിനും തന്നെ ചോദിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് നോക്കേണ്ട ടോപ്പിക്കാണ്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഈ ഒരു ടൈം ടേബിൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഫോക്കസ്ഡ് ഏരിയ ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന കുറച്ച് ഏരിയാസ് ഉണ്ടാകും. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം പഠിച്ചു തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവര് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്ന കുറച്ച് ഏരിയ, അതാണ് ഇതുപോലത്തെ ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും എന്ന് പറഞ്ഞത്. അതൊക്കെ ആദ്യം തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ മാത്സില് ലസാഗു ഉസാഗ അല്ലെങ്കിൽ എന്താണ് LCM HCM അല്ലെ, സ്ഥിരം ക്വസ്റ്റ്യൻ ഉള്ളതാണ്. ശ്രേണികളും കൂടിയാണ് അന്ന് നോക്കേണ്ടത്.
ഇനി അതിന്റെ കൂട്ടത്തില് നമ്മൾ ഡേ 2 തൊട്ട് ഏത് പഠിക്കുന്നുണ്ട്? കറണ്ട് അഫേഴ്സ് പഠിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കറണ്ട് അഫേഴ്സ് പഠിക്കണമെന്ന് പറയുന്നത്? നമുക്കറിയാം ഇപ്പോഴത്തെ എക്സാമിനെല്ലാം കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മാർക്കിൽ ചോദിക്കാറുണ്ട്. അതുപോലെ ഈ കറണ്ട് അഫേഴ്സ് ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയെങ്കിലും കറണ്ട് അഫേഴ്സ് കറക്റ്റ് ആയിട്ട് പഠിച്ചില്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വരുന്ന മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കത്തില്ല. കറണ്ട് അഫേഴ്സിന്റെ മാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ കറണ്ട് അഫേഴ്സും ഓരോ ഡേയിൽ പഠിക്കാനായിട്ട് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ ഡേ 3 ഇതുപോലെ തന്നെ നോക്കുക. ജനറൽ നോളജ് ആണെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ പറ്റി പഠിക്കണം. സയൻസ് ആണെങ്കിൽ ആറ്റവും പീരിയോഡിക് ടേബിളും അല്ലെ, നമ്മൾ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥിരം ക്വസ്റ്റ്യൻ ആയിരിക്കും ആറ്റം, അതുപോലെ തന്നെ പീരിയോഡിക് ടേബിള്, അത് കവർ ചെയ്യുന്നു. മാത്സ് ആണെങ്കിൽ ഭിന്നസംഖ്യയും സമാന ബന്ധങ്ങളും. ഓക്കെ, അതുപോലെ ഇവിടെ എന്തും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്? കേരള ഹിസ്റ്ററിയും കൂടെ ആഡ് ചെയ്ത് വരുന്നുണ്ട്. അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട സമരങ്ങള്, ഐക്യ കേരള പ്രസ്ഥാനം, വേലൂർ കലാപം, ആ ഒരു 2 ടോപ്പിക്കാണ് ഇവിടെ പഠിക്കാനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പ്ലസ് എന്തുണ്ട്? കറണ്ട് അഫേഴ്സും ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റഡി പ്ലാൻ തയ്യാറാക്കേണ്ടത്. അപ്പൊ നിങ്ങൾ നോക്കുക, നിങ്ങൾ എത്ര ദിവസമുണ്ട്? നമ്മൾ നോക്കിയിട്ട് ഏകദേശം 45 ദിവസമാണ് എക്സാമിന് പഠിക്കാൻ വേണ്ടിയുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. സ്റ്റഡി പ്ലാൻ ഇതുപോലെ തയ്യാറാക്കുക. തയ്യാറാക്കിയതിന് ശേഷം എല്ലാ ദിവസവും മാത്സ് പഠിക്കുക. മാത്സ് ചെയ്ത് നോക്കാനായിട്ട്, പ്രത്യേകിച്ച് മാത്സ് ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ളവരെ കുറച്ച് അധികം സമയം മാത്സിന് വേണ്ടി ചെലവഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു GK എന്ന് പറയുന്നത് എന്തായാലും വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. അപ്പൊ അത് മൊത്തത്തില് ഒന്നേന്ന് തൊട്ട് പഠിക്കാനുള്ളൊരു സമയമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫോക്കസ്ഡ് ഏരിയ എടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ഫോക്കസ്ഡ് ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്നത്? അപ്പൊ ഈ കേരള ബാങ്ക് OA എന്ന് പറയുന്ന എക്സാം ആദ്യമായിട്ട് നടത്തുന്നതാണെങ്കിലും ഇതേ ഒരു സിലബസിൽ PSC എക്സാംസുകൾ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ PSC എക്സാംസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൽ നിന്ന് ഏത് ടോപ്പിക്കിൽ നിന്നൊക്കെയാണ് കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നേ, അല്ലെങ്കിൽ ഏതാണ് കൂടുതലായിട്ട് നോക്കണ്ടേന്നൊക്കെ നമുക്ക് മനസ്സിലാകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അതിൽ സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്നത് ആദ്യം പഠിച്ചു വെക്കുക. അതിനുശേഷം സിലബസിലെ ബാക്കി ഭാഗങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങളൊരു 45 ഡേയ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒന്നേന്ന് തൊട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇടയ്ക്ക് ഓരോ ദിവസം റിവിഷൻ ആയിട്ട് എടുക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു 5 ദിവസം പഠിക്കുകയാണെങ്കിൽ 6ാമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് മൊത്തം ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യണം അല്ലെ. റിവിഷൻ എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. റിവൈസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരും, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മറന്നും പോകും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ചെറിയ ചെറിയ പോയിന്റ് ആയിട്ട് എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് റിവിഷന്റെ റിവൈസ് ചെയ്യുക. എന്നിട്ട് ആ പോയിന്റുമായിട്ട് നമ്മൾ പഠിച്ച കാര്യം കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് മാത്രം ഒന്നെടുത്ത് മൊത്തത്തിൽ വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ വേണം നിങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട്. അതിനിടയിൽ നിങ്ങൾക്ക് പറ്റാവുന്ന മോക്ക് ടെസ്റ്റുകൾ അല്ലെങ്കിൽ മോഡൽ എക്സാംസ് എഴുതി നോക്കുക. മോഡൽ എക്സാംസ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, സമയം അനുസരിച്ച് സമയം വെച്ച് തന്നെ നിങ്ങൾ എഴുതി നോക്കണം. അതിൽ എത്രത്തോളം നെഗറ്റീവ് വരുന്നുണ്ടെന്ന് നോക്കുക. നെഗറ്റീവ് വരുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക. അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു എക്സാം ഡേറ്റ് എത്തുന്നവരെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇതിൽ നല്ലൊരു റാങ്കിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ഇത് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു കേരള ബാങ്ക് OAയുടെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 26-നാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള 45 ഡേയ്സിന്റെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്ന സ്റ്റഡി പ്ലാനിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ബാച്ച് മുന്നോട്ട് പോകുന്നത്. ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാകും. അതിനെ ബേസ് ചെയ്തിട്ട് വീക്കിലി നിങ്ങൾക്ക് മോഡൽ എക്സാംസ് ഉണ്ടാവും. ഇനി എക്സാം അടുക്കും തോറും നിരവധിയായിട്ടുള്ള മോഡൽ എക്സാംസ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സിലബസ് ബേസ് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ് ഉണ്ടാവും. അതിനനുസരിച്ചുള്ള PDF നോട്ട്സ് ഉണ്ടാവും. ലൈവ് സെഷൻസ് ഉണ്ടാവും. എല്ലാ സബ്ജക്റ്റിനെയും ബേസ് ചെയ്തിട്ട്, പ്രത്യേകിച്ച് മാത്സ് ഒക്കെ വളരെ ടഫ് ആയവർക്ക് ലൈവ് സെഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്വറി ഹാൻഡ്ലിങ്, അതുപോലെ ഡെയിലി ടോപ്പിക് റിവിഷൻസ് എല്ലാം അവൈലബിൾ ആണ്.
അപ്പോൾ ഇനിയും തന്നെ ഇതുപോലെ ഫോക്കസ് ഏരിയ ഒന്നും കണ്ടുപിടിച്ച് റിവൈസ് ചെയ്യാൻ സമയമില്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഒരു ഗൂഗിൾ ഫോം പിൻ ചെയ്തിട്ടേക്കാം. അതിൽ നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്താൽ മതി, ഞങ്ങൾ കോൺടാക്ട് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും കാണാം. താങ്ക്